പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും നാം ഏവരും പലപ്പോഴും നടന്നു പോകാറുണ്ട്. പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യണമെന്നറിയാതെ നാം നിരാശപ്പെടുകയും വേദനിക്കുകയും ചെയ്യുന്ന ജീവിത സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിൽ എത്താറുണ്ട്. എന്നാൽ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. അതെ, ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായി ദൈവം നമുക്ക് വേണ്ടി തീർത്തു തരും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമ്മുടെ ജീവിതത്തിൽ ധൈര്യവും ശക്തിയും പകരുന്നത്. ഒരു ഭക്തൻ ഇപ്രകാരം പറഞ്ഞതായി ഞാൻ വായിച്ചിട്ടുണ്ട്: ഓരോ ദിവസവും ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കണം. അങ്ങനെ കാത്തിരിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ ക്ഷീണിതനായിത്തീരും, ബലം ക്ഷയിച്ചവനായി മാറും. മാത്രമല്ല, ഒരു കാറ്റുപോയ ബലൂണ് പോലെ എൻ്റെ ജീവിതം ഷെയ്പ്പില്ലാത്തതായി മാറും എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അതെ, കൃത്യമായി ദിനം തോറും ദൈവസന്നിധിയിൽ ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ കാത്തിരിക്കുന്ന ഒരു ദൈവഭക്തനെ ദൈവം എപ്പോഴും അനുഗ്രഹിപ്പാനിടയായിത്തീരും. ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത്: രാപകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാർക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അതെ, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായി ക്രിസ്തുവിൽ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം തീർത്തു തരുന്ന സർവശക്തനാകുന്ന ദൈവമാണ്. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണ്? യെശയ്യാ പ്രവചനം 64-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം, നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പണ്ട് മുതൽ പ്രവർത്തിക്കുന്നത് ആരും ഗ്രഹിച്ചിട്ടില്ല, ഒരു കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല. അതെ, തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവം ഇന്നും നമ്മുടെ ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ ക്ഷമയോടെ, വ്യഗ്രതയോടെ, താല്പര്യത്തോടെ കാത്തിരിക്കുവാൻ തക്കവണ്ണം നാം തയ്യാറാകുമെങ്കിൽ നമ്മളുടെ കാത്തിരിപ്പുകൾക്ക് പരിഹാരം വരുത്തുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. അതെ, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു: മറിയ യേശുവിൻ്റെ കാൽക്കലിരുന്നു അവൻ്റെ വചനം ആകാംക്ഷയോടെ കേട്ടു. അതെ, ആരും അവളിൽ നിന്ന് പിന്നെ കവർന്നു കളയുവാൻ ഇടവരാതെ വണ്ണം അവളിൽ അത് വളർന്ന് ഫലം കൊടുക്കത്തക്കവണ്ണം